നമസ്കാരം. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഒരു ദീർഘമായിട്ടുള്ളൊരു പൗരാണിക സംസ്കാരം മുതൽ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ഗ്രഹത്തിലേക്ക് ലക്ഷ്മി വന്നു എന്നാണ് ഭാരതീയർ വിശ്വസിച്ചിരുന്നത്. അത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പെൺകുഞ്ഞുങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് നിരവധി ആഘോഷങ്ങൾ ഭാരതത്തിൻ്റെ ഭൂമികയിൽ മുഴുവനായി അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് സമാനമായിട്ടുള്ള ആചാരങ്ങളും വ്യത്യസ്തമായ ആചാരങ്ങളും ഒരുപോലെ തന്നെ പെൺകുഞ്ഞിൻ്റെ ജനനത്തെ സംബന്ധിച്ചും പെൺകുഞ്ഞ് പ്രായപൂർത്തിയാകുമ്പോൾ ഉള്ള ആഘോഷവും ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾക്കും അനുസരിച്ചുള്ള ആഘോഷങ്ങൾ ഭാരതത്തിൽ നിലനിന്നിരുന്നു. ആൺകുട്ടികൾക്ക് അത്രയും ആഘോഷങ്ങളില്ല. ഒരു ബ്രാഹ്മണന്മാർക്കൊക്കെ ആണെങ്കിൽ ഉപനയനം അല്ലെങ്കിൽ ഒരു വിദ്യാരംഭം അത്തരത്തിലുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങൾ മാത്രമേ ആൺകുട്ടികളെ സംബന്ധിച്ചുണ്ടാകാറുള്ളൂ. പെൺകുട്ടികളെ സംബന്ധിച്ച് വിവാഹവും വിവാഹശേഷമുള്ള കുഞ്ഞുങ്ങളുടെ ജനനവും എല്ലാം ഉൾപ്പെടെ ഗൃഹസ്ഥാശ്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആഘോഷങ്ങൾ നിരവധി ഉണ്ടാകാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഭാരതീയ സംസ്കൃതി എപ്പോഴും വിശ്വസിച്ചിരുന്നത് പെൺകുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് ജനിക്കുന്നത്, ഒരു കുടുംബത്തിൽ ജനിക്കുന്നത് ആ കുടുംബത്തിലേക്ക് ലക്ഷ്മിയുടെ വരവുണ്ടാകുന്ന അതിന് തുല്യമാണെന്നാണ്. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ആധുനിക കാലത്ത് പോലും നിരവധി പെൺകുട്ടികൾ നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ നിന്ന് ഉയർന്നു വരികയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർ ശ്രീലേഖ മേഡത്തിന് ഉൾപ്പെടെ നിരവധി പെൺകുട്ടികൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പെൺകുട്ടിയെക്കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയത്. കശീഷ് മേത്വാനി എന്നൊരു പെൺകുട്ടി ബോംബെയിൽ ഉല്ലാസ് നഗറിലൊരു സിന്ധി കുടുംബത്തിലാണ് ജനിച്ചത്. ഇപ്പോൾ 24 വയസ്സേ ഉള്ളൂ. ആ പെൺകുട്ടി ഇപ്പോൾ ആർമിയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ എയർ ഡിഫൻസ് വിഭാഗമുണ്ട്, അതിൻ്റെ ലെഫ്റ്റനൻ്റായി ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രവേശിച്ചിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ 2023 ശേഷമാണ് ഈ ആർമിയുടെ NDAയുടെ പഠനം തന്നെ ആ പെൺകുട്ടി തുടങ്ങിയത്. 24 വയസ്സേ ഉള്ളൂ എന്ന് ആലോചിക്കുക. അപ്പോൾ എയർ ഡിഫൻസ് റെജിമെൻറ്റിൽ ഒരു ലെഫ്റ്റനൻ്റായി ഇപ്പോൾ ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പെൺകുട്ടി എന്താണ് പ്രത്യേകത? ഈ പെൺകുട്ടിക്ക് മറ്റ് പെൺകുട്ടികൾക്കില്ലാത്ത നിരവധി പെൺകുട്ടികൾ അത്തരത്തിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ലേ സൈന്യത്തിൻ്റെ വിവിധ മേഖലകളിൽ? തീർച്ചയായിട്ടുമുണ്ട്. എയർ ഡിഫൻസ് റെജിമെൻറ്റിൽ ലെഫ്റ്റനൻ്റായി പ്രവേശിച്ചിരിക്കുന്ന കശീഷ് മേത്വാനി NDA എക്സാമിൽ 2ാം റാങ്കുകാരിയായാണ് എയർ ഡിഫൻസ് റെജിമെൻറ്റിൽ ലെഫ്റ്റനൻ്റായി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. OTA ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി മദ്രാസിൽ ട്രെയിനിങ് സമയത്ത് 14 മാസം നീണ്ട പരിശീലന സമയത്ത് നിരവധി മെഡലുകൾ ഏതൊക്കെ മേഖലയിൽ ഒരു തവണ പോലും പരിശീലനത്തിനിടയിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത അതിന് ലഭിക്കുന്ന പുരസ്കാരം മുതൽ ധീരതയ്ക്കുള്ള മെഡൽ വരെ സിഖ് മെഡൽ അങ്ങനെയുള്ള നിരവധി മെഡലുകളുണ്ട്. ആ മെഡലുകളും പുരസ്കാരങ്ങളും എല്ലാം പരിശീലന വേളയിൽ ഈ പെൺകുട്ടി സ്വന്തമാക്കിയിരുന്നു. കഴിഞ്ഞില്ല. NDA പരീക്ഷയിൽ 2ാം റാങ്ക് വാങ്ങുന്നതിന് മുമ്പ് 2023 ഒരു സൗന്ദര്യ മത്സരത്തിൽ, ആ സൗന്ദര്യ മത്സരത്തിൻ്റെ പേര് ഞാനൊന്ന് വായിക്കാം. മിസ് ഇൻ്റർനാഷണൽ ഇന്ത്യ എന്ന സൗന്ദര്യ മത്സരത്തിൽ വിജയിയായിരുന്നു ഈ പെൺകുട്ടി. അവിടം കൊണ്ടും കഴിഞ്ഞില്ല. അതിനു മുൻപ് പൂന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബയോടെക്നോളജിയിൽ ബിരുദധാരിയാണ്. IISൽ ഉന്നത പഠനത്തിനുള്ള റിസർച്ച് ചെയ്തിട്ടുണ്ട്. നാനോ ടെക്നോളജി ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ അത് ഞാൻ കുറിച്ച് വെച്ചിട്ടില്ല. എന്തായാലും വിദ്യാഭ്യാസ മേഖലയിലും വെന്നിക്കൊടി പാറിച്ചൊരു വ്യക്തിയാണ് ഈ കുട്ടി. അവിടം കൊണ്ടും കഴിഞ്ഞില്ല. ബാസ്ക്കറ്റ് ബോൾ, പിസ്റ്റൾ ഷൂട്ടിംഗ്, ഇത് രണ്ടിലും ദേശീയ തലത്തിൽ ഉള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ പെൺകുട്ടി. ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. ഇത്രയും കഴിവുകൾ ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടി ഭാരതീയ സംസ്കൃതിയുടെ ഒരു നേർപരിച്ഛേദമാണെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ ഒരു അനുകരണീയമായ മാതൃകയായി കണ്ടുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ മുന്നോട്ട് പോകണമെന്നുള്ളൊരാഗ്രഹം കൂടി കൊണ്ടാണ് ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഇതൊരു വീഡിയോ ആയി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് തോന്നി. അപ്പോൾ ഈ കശീഷ് മേത്വാനിയെ പോലുള്ള മറ്റ് പെൺകുട്ടികളുണ്ടോ, നമുക്കൊക്കെ അങ്ങനെ സാധിക്കുമോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടായേക്കാം. കാരണം ഒരു പക്ഷേ കശീഷ് മേത്വാനിയുടെ കുടുംബം ഒരു അതിസമ്പന്ന കുടുംബമായിരിക്കാം. അതിസമ്പന്ന കുടുംബമൊന്നുമല്ല, ഒരു ഉപരിമധ്യവർഗം, അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയാവുന്ന ഒരു കുടുംബമെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ളൊരു കുടുംബ പശ്ചാത്തലം ഇല്ലാത്തവരെന്ത് ചെയ്യും? ഏറ്റവും ചുരുങ്ങിയത് ആർ ശ്രീലേഖ മേഡത്തിനെ പോലെ ഉള്ള ഒരു മാതൃക നമുക്ക് അനുകരിക്കാമല്ലോ. ആർ ശ്രീലേഖ മേഡം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പഠിച്ച മേഖലകളിലെല്ലാം എല്ലാ വിദ്യാഭ്യാസ മേഖലകളിലും ഉന്നത വിജയം കരസ്ഥമാക്കി IPS നേടി
പ്രവൃത്തിപഥത്തിൽ ഉന്നതമായ വിജയം നേടിയ ഒരു വ്യക്തിയാണ് ആർ ശ്രീലേഖ മാഡം. അത്തരത്തിലുള്ള അനുകരണീയമായ മാതൃകകളെ തേടിപ്പിടിക്കേണ്ട ഒരവസ്ഥ ദൗർഭാഗ്യവശാൽ ഇന്ന് ഭാരതത്തിലുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അനുകരണീയമായ മാതൃകകളുടെ കുറവ് കൊണ്ടാണോ അത് സംഭവിക്കുന്നത്? അല്ല. ഇത്തരത്തിലുള്ള മാതൃകകളെ, ഈ കശീഷ് മേത്വാനി എന്നുള്ള പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നത് വരെ ദേശീയ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നിരുന്നു. പ്രാദേശിക മാധ്യമങ്ങളിൽ, നമ്മുടെ മലയാളം മാധ്യമങ്ങളിൽ, അത് അച്ചടി മാധ്യമങ്ങളാവട്ടെ ദൃശ്യമാധ്യമങ്ങളാവട്ടെ, എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം നിങ്ങൾ കേട്ടിരുന്നു അല്ലെങ്കിൽ കണ്ടിരുന്നു? സാധ്യതയില്ല. കാരണം ഇത്തരത്തിലുള്ള അനുകരണീയമായ മാതൃകകളെ മറച്ചു വെച്ച് ചില പ്രശ്നങ്ങൾ, നിസ്സാരമായ പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിച്ച് അത് ഇവിടെ ഭാരതത്തിൽ മുഴുവൻ ജാതിയാണ്, പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നു, സ്ത്രീധനത്തിൻ്റെ പ്രശ്നം. കേരളത്തിൽ സ്ത്രീധനത്തിൻ്റെ പ്രശ്നം ഈ അടുത്ത കാലത്തായിട്ട് നിരവധി ഉണ്ടാകാറുണ്ട്. അതെല്ലാ വിഭാഗത്തിലും ഉണ്ടാകാറുണ്ട്. ഹൈന്ദവ വിഭാഗത്തിനെ മാത്രം ലക്ഷ്യമിട്ടാണ് പലപ്പോഴും പല വാർത്തകളും പെരുപ്പിച്ച് കാട്ടപ്പെടുന്നത്. തൊട്ട് പിന്നാലെ തന്നെ പല പ്രദേശങ്ങളിൽ നിന്ന്, പല വിഭാഗങ്ങളിൽ നിന്ന് ഇത്തരം സ്ത്രീധന സംബന്ധമായ പ്രശ്നങ്ങളും അത് സംബന്ധിച്ചുള്ള കൊലപാതകങ്ങൾ പോലെയുള്ള ആത്മഹത്യകളും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളുടെ അത്രയും പ്രാധാന്യമോ അല്ലെങ്കിൽ അത്രയും ദൈർഘ്യമോ, നാളുകൾ എത്ര നാൾ ഈ വാർത്ത ഇങ്ങനെ ആഘോഷിക്കുന്നു എന്നതാണ് ഞാൻ ദൈർഘ്യം കൊണ്ട് ഉദ്ദേശിച്ചത്, ആ ദൈർഘ്യമോ മറ്റ് വിഭാഗത്തിൽ നിന്നുണ്ടാകുന്ന സമാന വാർത്തകൾക്ക് ലഭിക്കാറില്ല. ഇതൊരു പരാതി പോലെ പറഞ്ഞത് ഈ അനുകരണീയമായ മാതൃകകൾ നമ്മുടെ മുൻപിൽ നിന്ന് മറയ്ക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മറയ്ക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള മാതൃകകളെ തേടിപ്പിടിച്ച് അനുകരണീയ മാതൃകയാക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ കശീഷ് മേത്വാനിയെ പോലെയുള്ളവർ ഒരു പ്രചോദനം തന്നെയാണ്, അത് പറയാതെ വയ്യ. കശീഷ് മേത്വാനി എന്തായാലും മലയാളത്തിലുള്ള ഈ വീഡിയോ കാണുമെന്നുള്ള യാതൊരു ധാരണയുമില്ല. എന്നാലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് വേണ്ടി കശീഷ് മേത്വാനിക്ക് ഒരു അഭിനന്ദനം അറിയിക്കുക എന്നുള്ളൊരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ അഭിനന്ദനങ്ങളും കമൻറ്റുകളിൽ അറിയിക്കുക. കഴിഞ്ഞില്ല. ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ അനുകരണീയമായ മാതൃകയാവുമ്പോൾ മറുവശത്ത് നമ്മുടെ മുൻപിൽ എത്തപ്പെടാത്ത രീതിയിൽ ഒരു സമൂഹത്തിലെ പെൺകുട്ടികൾ ജീവിക്കുന്നുണ്ട്, ഒരു സമുദായത്തിലെ പെൺകുട്ടികൾ ജീവിക്കുന്നുണ്ട്. അതും ഈ അവസരത്തിൽ പരാമർശിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ബോത്ത് ആർ നോട്ട് സെയിം എന്നുള്ള വ്യക്തമായൊരു സന്ദേശം നമ്മുടെ പെൺകുട്ടികൾക്ക് നൽകി അവരെ വളർത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് TCS പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ നമ്മുടെ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി വലിയ കെണികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുക്കപ്പെട്ടിരിക്കുമ്പോൾ. കാരണം ബോത്ത് ആർ നോട്ട് സെയിം എന്ന് പറയേണ്ടതിൻ്റെ പ്രധാന കാരണം കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. കശീഷ് മേത്വാനി വരുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ പൗരാണികത ഉൾക്കൊള്ളുന്ന ഒരു സമുദായത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമാണ്, ഹൈന്ദവ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നുമാണ്. മറുവശത്ത് ഒരു സമുദായത്തിലെ പെൺകുട്ടികൾക്ക് അവർ നേടിയ വിജയത്തിൻ്റെ പുരസ്കാരം സ്വയം വേദിയിലേറി സ്വീകരിക്കുവാനുള്ള അനുവാദം പോലുമില്ല. അവരുടെ മുഖമൊന്ന് പുറത്ത് കണ്ടാൽ, തലമുടിയൊന്ന് പുറത്ത് കണ്ടാൽ അതിന് വിമർശനങ്ങളുമായി മതപണ്ഡിതന്മാർ നേരിട്ടിറങ്ങി ഒരു സമുദായം തന്നെ ആ പെൺകുട്ടിക്ക് നേരെ വാളെടുക്കുന്ന ഒരവസ്ഥ ഈ നാട്ടിൽ നിലവിലുണ്ട്. അത്തരത്തിലുള്ള പല പരിമിതികളും ആ പെൺകുട്ടിക്ക് ചുറ്റും ഒരു സമുദായം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ആ സമുദായം വിശ്വസിക്കുന്ന ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റച്ചട്ടക്കൂട്, ചര്യകളായി അവർ കൊണ്ട് നടക്കുന്ന പെരുമാറ്റച്ചട്ടക്കൂടുകൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പെൺകുട്ടികൾ എന്നത് വെറും കൃഷിയിടങ്ങളാണെന്ന് മാത്രമാണ്. ആ കൃഷിയിടങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം. 1, 2, 3, 4 കൃഷിയിടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി വയ്ക്കാം. തന്നെയുമല്ല, സ്ത്രീകളെന്ന് പറയുന്നത് പുരുഷൻ്റെ പകുതി മാത്രം ബുദ്ധിശക്തിയുള്ളവർ ആണ്. അല്ലെങ്കിൽ ആ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കണക്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കണക്ക്, ആ ചട്ടക്കൂടുകൾ എങ്ങനെയാണ് ആ സമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ 2 സ്ത്രീകൾ ചേർന്നാലേ ഒരു പുരുഷന് തുല്യമാവുകയുള്ളൂ. 2, 4, ഏറ്റവും ചുരുങ്ങിയത് 2എങ്കിലും. 2ആണെന്നാണ് എൻ്റെ ഓർമ്മ, അതോ 4. എന്തായാലും 2 ചുരുങ്ങിയതുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ സ്ത്രീകളെ കാണുന്നൊരു സമുദായം ഇന്നും നമ്മുടെ ഇടയിൽ ഉള്ളപ്പോഴാണ് മുൻപ് നടന്നിരുന്ന 100-150 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ പൗരാണികതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നടപ്പാക്കപ്പെട്ട നിയമങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിൽ ഹൈന്ദവ സമുദായത്തെ പുച്ഛിക്കുന്നതും അപമാനിക്കുന്നതും. അതുകൊണ്ട് തന്നെ ബോത്ത് ആർ നോട്ട് സെയിം. നമ്മുടെ
ഒരു പൗരാണിക സംസ്കാരം എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ, ഒരു പരിച്ഛേദം, ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കശിഷ് മേത്വാനിയാണ് എന്നുള്ളത് നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ വളർത്തണം. അല്ലാതെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സൈനവയോ TCSലെ നിദാ ഖാനോ അല്ല നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതിരൂപങ്ങൾ, അതല്ലെങ്കിൽ പ്രതിഫലനങ്ങൾ. അനുകരണീയമായ മാതൃക കശിഷ് മേത്വാനിയാണ്, സൈനവയോ നിദാ ഖാനോ അല്ല. ഈ സമുദായങ്ങൾ തമ്മിൽ സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനത്തിലുള്ള ഒരു വ്യത്യാസം അവരോട് പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ അവരെ വളർത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു ദൗർഭാഗ്യത ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ ആ ഒരു ദൗർഭാഗ്യം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായി തന്നെ ഉദിച്ചു വരുവാനുള്ള ഒരു സാധ്യതയും തുറന്നു കിടപ്പുണ്ട്. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ ചിന്തിച്ചു നോക്കൂ, കശിഷ് മേത്വാനിയെ പോലുള്ളൊരു പെൺകുട്ടിയെ അനുകരണീയമായ മാതൃകയാക്കി നമ്മുടെ പെൺകുട്ടികൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ കശിഷ് മേത്വാനി നേടിയ നേട്ടങ്ങളുടെ 10% അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വന്തമാക്കാനായാൽ ആ സാധ്യത അവരുടെ മുൻപിൽ തുറന്നിടുന്നത് ജീവിത വിജയത്തിൻ്റെ വലിയൊരു ലോകമായിരിക്കും. തന്നെയുമല്ല, അവർ പിന്നീട് മറ്റുള്ളവർക്ക് അനുകരണീയമായ മാതൃകകളായി ഭാരതത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കും, ഭാരതത്തിൻ്റെ പുത്രിമാരായി. അതുകൊണ്ട് തന്നെ കശിഷ് മേത്വാനിയെ അനുകരണീയമായ മാതൃകകളായി നിങ്ങളുടെ മക്കളുടെയും പെൺമക്കളുടെയും സഹോദരിമാരുടെയും മുൻപിൽ അവതരിപ്പിക്കുക. കാര്യവും കാരണവും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരോടൊപ്പം സമയം ചിലവഴിക്കുക, അവരെ സ്നേഹിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.